ഉണ്ടല്ലോ എന്നിട്ട് ആ ഒരു ബ്ലേഡിൽ കറക്കി തൂക്കിയ ഒരൊറ്റ ഏറാണ്. എന്നാൽ അപ്പോഴേക്കും ടീലയുടെ ആ ഒരു ഷിപ്പിനും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് വീഴാൻ വേണ്ടി പോവാണ്. അപ്പോഴേക്കും ഹേമാനും ഇതിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ടീലയുടെ ഷിപ്പും വീഴുകയാണ്. ഇതേ നേരം തന്നെ സ്കെലറ്റോറിന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചു. ടീലയും അതും അതുപോലെ തന്നെ ഡുക്കാനും മാത്രമേ അവന്റെ കയ്യിൽ കിട്ടാത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ സ്കെലറ്റോർ ചോദിക്കുന്നത് ആ വാളുമായി വന്ന പയ്യൻ അവൻ ആരാണ്? ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഇതേ സമയത്തിന് ആ കൂട്ടത്തിൽ ഒരുത്തിനെ പിടിച്ച് കരിച്ചു കളയാണ് സ്കെലറ്റോർ. ഇനി പറ അവൻ ആരാണ്? അപ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് കൂട്ടത്തിലെ ചെറിയൊരു പെൺകുട്ടിയെ പിടിച്ച് അവളെയും ഇതുപോലെ കരിച്ചു കളയും എന്നൊരവസ്ഥ വന്നപ്പോ ഇപ്പൊ ഫിസ്റ്റ് പറയാണ് അവനാണ് പ്രിൻസ് ആദം, കിങ് റാൻഡോറിന്റെ മകൻ, നമ്മുടെ രാജാവ്. ഇത് കേട്ടപ്പോ സ്കെലറ്റോർ ഓഹോ ആ പയ്യനാണല്ലേ, അന്ന് ഞാൻ പിടിക്കാൻ പോയപ്പോ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ പയ്യൻ, അവൻ മരിച്ചിട്ടില്ല അല്ലേ? ശരി, ഇനി അവനെ ഞാൻ പിടിച്ചോളാം. ഇതേ സമയം തന്നെ ഷിപ്പ് തകർന്ന് താഴേക്ക് വീണെങ്കിലും ടീലയും ഡുക്കാനും രക്ഷപ്പെട്ടു. ഇപ്പൊ ടീല ഡുക്കാനെ കുറെ അങ്ങോട്ട് ചെയ്ത് പറയണം, നിങ്ങൾ കാരണമാണ് ഒരു പരിധി വരെ ഇതെല്ലാം സംഭവിച്ചത്. ഒരുപാട് പേർ പോരാടി, എന്നാൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ? ഒരു കാലത്ത് പടനായകനായിരുന്നില്ലേ? ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കുടിച്ച് തോന്നിയതുപോലെ നടക്കുന്നു. നിങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലല്ലോ. ഇതും പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. എന്നാൽ ഇതേ സമയം തന്നെ ടീല എടുത്തു വെച്ച ഒരു പെട്ടി ഡുക്കാൻ കാണുന്നുണ്ട്. ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഡുക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റ്, ഷീൽഡ് ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ നിലത്ത് വീണെടുക്കുന്ന ആരത്തിനെ കാണിക്കുകയാണ്. അവന്റെ തൊട്ടു മുന്നിൽ ആ ഒരു വാള് മണ്ണിൽ കുത്തി അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു പക്ഷിയും വന്നിരിക്കുന്നുണ്ട്. അത് ആ മന്ത്രവാദിയാണെന്ന് അവന് മനസ്സിലായി. മാത്രമല്ല ആ പക്ഷി അവനോട് പറയുന്നുണ്ട്, ഈ എറ്റാനിയ ഇതിനെ രക്ഷപ്പെടുത്തി ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് നീയാണ് എന്നൊക്കെയാണ്. എന്നാൽ ബാക്കി എന്തെങ്കിലും ആ ഒരു പക്ഷി പറയുന്നതിന് മുന്നേ തന്നെ ഒരു ശബ്ദം കേട്ട് പക്ഷി വേഗം പാറിപ്പോവാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആദം നോക്കിയപ്പോ അത് നമ്മുടെ ടീലയായിരുന്നു. അപ്പൊ ടീലയെ കണ്ടപാടിന് ആദം പറയണം, ഷോ നീ വന്നതുകൊണ്ട് ആ ഒരു മന്ത്രവാദി പറന്നുപോയി എന്ന് പറയണം. എന്നാൽ ടീല പറയുന്നത് ഏത് ആ ഒരു പക്ഷിയോ? അതാണോ മന്ത്രവാദി? അത് മന്ത്രവാദിയൊന്നുമല്ല. അന്ന് എറ്റേനിയെ സ്കെലറ്റോർ പൂർണ്ണമായിട്ടും കീഴടക്കിയതിനു ശേഷം മന്ത്രവാദിനെ ആരും കണ്ടിട്ടില്ല. അതൊക്കെ പോട്ടെ, മുകളിൽ നിന്ന് താഴേക്ക് വീണിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇപ്പൊ ആദം പറയണേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതിനുശേഷം ഇവര് രണ്ടുപേരും ആ ഷിപ്പിന്റെ അടുത്തേക്ക് പോകണം. ആ സമയത്ത് അവിടെ ഒരാളെ കണ്ട് ടീല ഞെട്ടിപ്പോകുന്നുണ്ട്. അവൾ അച്ഛനെ തന്നെ. താടിയെല്ലാം ഷേവ് ചെയ്ത് മുടിയെല്ലാം ഏകദേശം കട്ട് ചെയ്ത് കുറച്ച് വൃത്തിയിലിരിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഒരു ഷീൽഡും ഇട്ടിട്ടുണ്ട്. അപ്പൊ ടീല ചോദിക്കണം, അച്ഛാ നിങ്ങൾക്ക് എന്താ പറ്റിയത്? ഇപ്പൊ ഡുക്കാൻ പറയണം, നീയല്ല പറഞ്ഞത് എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപയോഗവും ഇല്ലാന്ന്. ഞാൻ എന്തായാലും ആ പഴയ സ്വഭാവത്തിലേക്ക്, ആ പഴയ ക്യാരക്ടറിലേക്ക് വരാൻ പോവാണ്. അതുപോലെ തന്നെ ആദം ഇപ്പൊ ഒരു പോരാളിയായി മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ഡുക്കാൻ പറയാണ്, നിന്റെ അച്ഛൻ ഇപ്പൊ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് അഭിമാനിച്ചേനെ. അപ്പൊ ആദം പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല, എന്റെ അച്ഛന് ഒരിക്കലും എന്നോട് സ്നേഹം തോന്നിയിട്ടില്ല. അച്ഛന് എന്നോട് എന്തോ ദേഷ്യമുള്ളതുപോലെയാണ്. എന്നാൽ ഡുക്കാൻ പറയാണ്, ആദം ഞാൻ ഒരു കഥ നിനക്ക് പറഞ്ഞു തരട്ടെ. ഒരു അമ്മക്കിളിക്ക് കുറേയധികം കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾ ആ കൂട്ടിൽ തന്നെ കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ അവറ്റകൾ പറക്കാൻ പഠിക്കില്ല. ശത്രുക്കൾ വന്നാൽ അവറ്റകൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് അമ്മക്കിളി എന്ത് ചെയ്തെന്നറിയോ? ആ കുഞ്ഞുങ്ങളെ കൂട്ടിൽ നിന്നും തള്ളി താഴെയിട്ടു. എന്തിനാണ്? അവറ്റകൾ സ്വയം പറക്കാൻ പഠിക്കാനായിട്ട്. വരാനിരിക്കുന്ന ആപത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ വേണ്ടേ? അതുപോലെ തന്നെയാണ് നിന്റെ അച്ഛൻ നിന്നോട് ചെയ്തത്. നീ നല്ലൊരു യോദ്ധാവായി കാണുമെന്ന് ആ മനുഷ്യൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലാതെ നിന്നോട് യാതൊരു ദേഷ്യമോ വെറുപ്പോ ഞങ്ങളുടെ രാജാവിന്, അതായത്